ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് സോയാബീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഉണ്ട് വയ്ക്കുന്നത്. ഞാൻ ഇന്നോട് നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കണേ. നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയൊരു ഇത് പറ്റി കേട്ടോ, നമുക്ക് ഇനി ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു 5-3 മിനിറ്റ് കഴിയുമ്പോൾ തിളച്ച് വരും. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇഞ്ചിയുടെ പേസ്റ്റ് അടിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ഇത് പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഗൈസ് ഒന്ന് പിഴിഞ്ഞ് ഇതിനകത്തോട്ടാക്കിയിട്ട് നമുക്കാണെങ്കിൽ ജിഞ്ചർ പേസ്റ്റിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് വെള്ളുള്ളിയും ചുമന്നുള്ളിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനത് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സോയാബീൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ പെരിഞ്ചീരകപ്പൊടിയാണെന്ന് തോന്നുന്നു, ഇതും ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മീറ്റ് മസാല, ഉപ്പിട്ട് വേണം സോയാബീൻ തിളപ്പിക്കാൻ. പിന്നെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ഇടുന്നവർക്ക് തൈര് ഇടാം കേട്ടോ. ഞാൻ പിന്നെ ഇത്രയും സാധനം എടുക്കാനുള്ളൂ. അപ്പം നമ്മളിത് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിക്കാം. നമുക്കൊന്ന് നല്ലോണം എനിക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കാം. നല്ലോണം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. വൈകിട്ട് സ്നാക്സിനൊക്കെ നല്ലതാണ്. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് മിനിറ്റ് പിടിക്കും, ഒരു 3 മിനിറ്റ്. അപ്പോൾ നമ്മുടെ സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്നാക്സ് ഇതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ എന്താ അടുത്തത് ഞാൻ ചെയ്യേണ്ടതെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലതാണ്. ഓക്കെ, ബൈ.